2, 1, start. हरि ओम गुरु ब्रह्मा गुरु विष्णु गुरु देवो महेश्वरा गुरु साक्षात् परब्रह्म तस्मै श्री പ്രിയമുള്ള സാധകർ, വളരെ അവിചാരിതമായി ഗുരുനിർദ്ദേശാനുസാരം അദ്ദേഹത്താൽ കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകുന്നത് എന്താണ്, അതാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഞാനൊരു കഥ പറയാം. കഥ രാമൻ്റെ ഭാര്യ പ്രസവിച്ചു. ഒന്നല്ല, രണ്ടല്ല, മൂന്നാമത്തെ പ്രസവം. രാമന് ആൺകുട്ടിയെ വേണം, കിട്ടിയത് 3 പെണ്ണും. അപ്പോൾ വളരെ ആകാംക്ഷാഭരിതനായി ആശുപത്രിയിൽ നിന്ന് രാമനോട് സിസ്റ്റർ ചോദിച്ചു, ആരാണ് രാമൻ? പറഞ്ഞു, ഞാനാണ്. പെൺകുട്ടിയാണ്. രാമന് പെൺകുട്ടിയെ കണ്ടില്ല. വളരെയധികം വികാരാധീനനായ അദ്ദേഹം നേരെ അദ്ദേഹത്തിൻ്റെ തമ്പ്രാൻ്റെ അടുത്തേക്ക് ചെന്നു, മനയിലേക്ക് ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, തമ്പ്രാനെ, എനിക്ക് വീണ്ടും പെൺകുട്ടിയാണ്, എനിക്കൊരാൺകുട്ടി ഉണ്ടായേ പറ്റൂ. അപ്പോൾ തിരുമേനി ഒന്ന് ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. ഒരു നിമിഷം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്താമ, നേരെ വീട്ടിലോട്ട് പോകും, അവിടെ നിൻ്റെ അച്ഛനുണ്ടാവും ഉമ്മറത്ത്, കൊടുക്കി ചെകിട്ടത്തോരണം. രാമന് സംശയം ഉണ്ടായിരുന്നില്ല. രാമൻ അതിവേഗത്തിൽ വീട്ടിലെത്തി. ഉമ്മറത്ത് വിശ്രമസ്ഥനായിരുന്ന പിതാവിനെ കണ്ടു. ഒന്നും ചോദിച്ചില്ല, ഒരെണ്ണം പൊട്ടി. 1 വർഷം കഴിഞ്ഞു. രാമൻ്റെ ഭാര്യ വീണ്ടും പ്രസവിച്ചു. സിസ്റ്റർ വന്നു. ആരാണ് രാമൻ? ഞാനാണ്, ആൺകുട്ടിയാണ്. അപ്പോൾ രാമന് വളരെ സന്തോഷമായി. കാരണം തിരുമേനി ഒരു മഹാത്ഭുതം ചെയ്തിരിക്കുന്നു. അതറിഞ്ഞിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചിട്ട് രാമൻ നേരെ മനക്കിലേക്ക് വന്നു. മനയിൽ ചെന്നു തിരുമേനിയോട് ചോദിച്ചു, തിരുമേനി, അങ്ങ് എന്ത് മായാവിദ്യയാണ് ചെയ്തത്? കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ പ്രാർത്ഥിക്കാത്ത ദേവതകളില്ല, പോകാത്ത ക്ഷേത്രങ്ങളില്ല. ഇപ്പോൾ എന്താണ് അങ്ങ് ചെയ്തതെന്ന് എനിക്കറിയണം. അത് വളരെ സിമ്പിളല്ലേ, നീ ചെകിട്ടത്തടിച്ചല്ലോ, നിനക്കും വേണമല്ലോ ചെകിട്ടത്തടി, അതിനാണാവണ്ടേ, ആയല്ലോ. ഇതാണ് കർമ്മം. കർമ്മ പ്രാരാബ്ധം അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇപ്പം സ്വാമിജി പറഞ്ഞതുപോലെ അടുത്ത ജന്മത്തേക്കുള്ളത് നമ്മൾ കരുതി വയ്ക്കുകയാണ്. ഈ ജന്മം കൊണ്ട് അവസാനിപ്പിക്കേണ്ട വകയാണ് അടുത്ത ജന്മത്തെ കൂടെ നമ്മൾ കരുതി വയ്ക്കുന്നത്. അപ്പം ഈ കഥയിൽ നമ്മൾ നോക്കുമ്പോൾ കുറേ കഥാപാത്രങ്ങളുണ്ട്, ഇല്ല? രാമൻ, മനക്കിലെ തിരുമേനി, ആശുപത്രിയിലെ സിസ്റ്റർ, കുറേ ഉപാധികളുമുണ്ട്. പ്രസവം, ചെകിട്ടത്തടി, അതിനുപയോഗിക്കുന്ന ഉപാധികളാണ് ഹോസ്പിറ്റലുകൾ, അല്ലെങ്കിൽ മന, അല്ലെങ്കിൽ രാമൻ്റെ വീടുകൾ. അപ്പം ശരിക്കും എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ചോദിച്ചാൽ, കർമ്മം പ്രാരാബ്ധമായി വരേണ്ടത് വരണം. അതാണ് രാമൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നത്. സിസ്റ്റർ ചോദിച്ചത് ആരാണ് രാമൻ? രാമൻ പറയേണ്ടിയിരുന്നത് ഭഗവാനാണ് എന്നാണ്. അപ്പോൾ ഞാനാണ് എന്നാണ് രാമൻ പറഞ്ഞത്. അവിടെ ആദ്യത്തെ എഴുത്ത് നടന്നു രാമന്. രാമൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നത് തൻ്റെ കർമ്മഫലമായ കുട്ടിയെയായിരുന്നു. രാമൻ അത് ശ്രദ്ധിച്ചില്ല. തൻ്റെ കർമ്മത്തിലോ കർമ്മഫലത്തിലോ ശ്രദ്ധിക്കാതെ രാമൻ പോയത് മറ്റൊരാളെ തേടിയാണ്. അപ്പം കർമ്മവും
കർമ്മഫലവും മനനം നടന്നില്ല രാമനിൽ എന്നർത്ഥം. അപ്പോൾ ആശ്രയമാണ് പിന്നെ കണ്ടത്. ആശ്രയിച്ചവൻ ആശ്രയിക്കേണ്ടവനെ പോലും ധർമ്മസങ്കടത്തിലാക്കുന്ന കാഴ്ചയാണ് ശരിക്കും നടക്കുന്നത്. അവിടെ വന്ന രാമനെ സംതൃപ്തനാക്കാൻ ഉപയോഗിക്കേണ്ട ഒരു ഉപാധി, അതാണ് തിരുമേനി ഉപയോഗിച്ചത്. അത് രാമൻ കൃത്യമായി ചെയ്തു. പക്ഷെ ഉപാധി അറിഞ്ഞല്ല ചെയ്തതെങ്കിലും പറഞ്ഞത് കേട്ടു എന്നതാണ് രാമൻ ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ പറയും, ഗുരു പറയുന്നത് കേൾക്കുന്നത് നല്ലതല്ലേ എന്ന് നമ്മൾ ചോദിക്കാം. ഗുരു പറയുന്നത് കേൾക്കുന്നത് നല്ലതാണ്, പക്ഷെ എന്തിനു വേണ്ടി എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ പറയുന്നത് ആരാണോ അദ്ദേഹം പറയുന്നത് എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കേണ്ട സമയത്ത് തന്നിൽ രൂഢമൂലമായിരുന്ന ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി രാമൻ പരമഗുരുവിനെ കൈവച്ചു. അപ്പോൾ കിട്ടേണ്ടത് കിട്ടി രാമന്, അടുത്ത ജന്മമായി എന്നർത്ഥം. ഇവിടെ പ്രാരാബ്ധ കർമ്മം വരുന്ന വഴിയാണ് രാമൻ്റെ വഴി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സാധകരാകുമ്പോൾ, ഇത് നമ്മളതിൻ്റെ ഒരു ഉപരിതല ചിന്തയാണെങ്കിൽ, നമ്മൾ സാധക തലത്തിലേക്ക് വന്നാൽ രാമൻ നമ്മളിലെ സാധകനാണെങ്കിൽ ആ സാധകൻ ആത്യന്തികമായി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ലക്ഷ്യം അവനല്ല തീരുമാനിക്കേണ്ടത്. ഇവിടെ രാമൻ തൻ്റെ ലക്ഷ്യം തീരുമാനിച്ചിരുന്നു, ആൺകുട്ടി വേണം. ലക്ഷ്യം തീരുമാനിക്കുന്നത് സാധകനല്ല. ലക്ഷ്യം തീരുമാനിച്ചപ്പോൾ മാർഗം മറ്റു പലതും തേടേണ്ടി വന്നു. കൂട്ടത്തിൽ നിരാശയും കിട്ടി. നിരാശയും മറ്റുള്ള എല്ലാ ഭാവങ്ങളും ഒന്നിനൊന്നായി ആ സാധകനെ കീഴടക്കി. പക്ഷേ അവൻ്റെ മുൻജന്മകൃതമായി അവനിൽ ലയിച്ചിരിക്കുന്ന സദ്ഗുണം അല്ലെങ്കിൽ കർമ്മഫലങ്ങൾ അതവനെ എത്തേണ്ടിടത്ത് എത്തിച്ചു എന്നുള്ളതാണ് രാമൻ്റെ ജന്മഫലം. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊന്നും ആലോചിക്കാതെ രാമൻ മനക്കിലെത്തുന്നു. അവിടെ ഗുരുവിനും മറ്റൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. കാരണം നമുക്കറിയാം, ഒരു സാധനയിലേക്ക് വരുന്ന ആദ്യ പടികൾ നമ്മൾ അനുഭവിച്ചതാണ്. അവിടെ നമ്മളെ മതിക്കുന്നത് മറ്റു പലതുമാണ്. അപ്പം നേരത്തെ സ്വാമിജി പറഞ്ഞതുപോലെ ദി അൾട്ടിമേറ്റ് കോൺഷ്യസ്, ആ കോൺഷ്യസ്നെസ് എവിടെയാണ്, എന്താണ്, അതിൽ നിന്നാണ് അല്ലെങ്കിൽ അതിലേക്കാണ് സാധകൻ ഉന്നം വയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ രാമന് ഗുരു പറഞ്ഞു കൊടുക്കുന്നത് എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് പോയി ചെകിട്ടത്തടിക്കുന്നത്. ഒരഡ്വാൻറ്റേജ് ഉള്ളു, ഗുരു പറയുന്നത് സർവാത്മന ചെയ്യുക എന്നുള്ളതാണ് രാമൻ ചെയ്തത്. ഫലം കിട്ടി, രാമൻ ആഗ്രഹിച്ച ഫലം കിട്ടി. പക്ഷെ ആഗ്രഹിച്ചത് എന്ത് എന്നുള്ളതാണ് സാധകനെ സംബന്ധിച്ചുള്ള അടുത്ത ചോദ്യം. ഇത് തന്നെ രാമൻ ആഗ്രഹിക്കാമായിരുന്നു, പരമപ്രാപ്തി. ഒരാൺകുട്ടി വേണം എന്നതിന് പകരം തനിക്ക് ആ കോൺഷ്യസിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ തുറന്നു തരണം എന്ന് സാധകനായ രാമന് ആഗ്രഹിക്കാമായിരുന്നു, അപേക്ഷിക്കാമായിരുന്നു ഗുരു അടുത്തുണ്ട്. പക്ഷേ ഗുരു പറയുന്നത് പോലെ നമ്മുടെ വിദ്യാബോധം ഏറ്റവും മഠയനായ ബിസിനസ്സുകാരനാണ് ദൈവം എന്ന നമ്മുടെ വിദ്യാബോധം അവനെ കൊണ്ട് അവൻ്റെ തലത്തിലുള്ള ചോദ്യമാണ് ചോദിപ്പിച്ചത്, അല്ലെങ്കിൽ അവൻ്റെ തലത്തിലുള്ള അവൻ്റെ ആവശ്യമാണ് ചോദിപ്പിക്കുന്നത്. അതാണ് സ്വാമിജി പറഞ്ഞത്, മൗനമാണ് സാധകനെ സംബന്ധിച്ച് ഏറ്റവും അഭിലഷണീയം. ചോദിക്കുന്നവൻ മണ്ടനാവും. BMW തരണ്ടെടുത്ത് 800 മേടിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ കർമ്മപദത്തിൽ അവൻ ശക്തമായ പ്രയാണം
ചെയ്യണം. രാമൻ്റെ പ്രയാണം അതുപോലെയായിരുന്നു. ലക്ഷ്യത്തെക്കുറിച്ച് സംശയമുണ്ടായിരുന്നില്ല. മനയായിരുന്നു ലക്ഷ്യം. തീർത്തും മനയിലേക്ക് തന്നെയാണ് രാമൻ ഓടിയെത്തിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, സാധകൻ അവൻ്റെ സാധന, ആ സാധനയിൽ ലക്ഷ്യമില്ലാതെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഗുരുജി പലപ്പോഴും പറയാറുണ്ട്, തലങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. പല പല തലങ്ങളുണ്ട് സാധകന്, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയാറുണ്ട്. അതോടെ ഒപ്പം ഗുരു നമ്മളോട് പറയാറുണ്ട്, അന്നന്നത്തെ സത്യമാണ് ഗുരു പറയുന്നതെന്നും പറയാറുണ്ട്. ഇവിടെ രാമനോട് പറയുന്ന സത്യവും അത് തന്നെയാണ്. രാമൻ്റെ തലത്തിന് ചേർന്ന സത്യമാണ് ഗുരു അവനോട് പറയുന്നത്. അവൻ അതേ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമാന്മാരായ സാധകർ മിണ്ടാതിരിക്കണം എന്നർത്ഥം. മിണ്ടാതിരിക്കുന്നതാണ് ഉത്തമം. പക്ഷേ നമ്മുടെ സാധനയും പ്രയാണവും അത് ഗുരുനിർദ്ദേശിത വഴികളിലൂടെ ശക്തമായി മുൻപോട്ട് കൊണ്ടുപോകണം. ഒന്നും ചോദിക്കരുത്, അബദ്ധം പറ്റരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ജന്മം കൊണ്ട്, അല്ലെങ്കിൽ 18 ജന്മം കൊണ്ട് ലഭിക്കുന്ന മനുഷ്യജന്മത്തിൽ വീണ്ടും ഒരു 18 ജന്മം നമ്മളായി മേടിച്ച് വെക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സൈലൻസ് പ്രാക്ടീസ് ചെയ്യണം. പ്രത്യേകിച്ചും ഗുരുവിൻ്റെ മുന്നിൽ വളരെ കുറച്ച് കാര്യമാത്ര പ്രസക്തമായി ഗുരുവിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ പഠിക്കുമ്പോൾ മാത്രമേ സാധകനാവൂ. എല്ലാം അറിയുന്നവനാണ് ഗുരു എന്നാണ് നമ്മളും പഠിക്കുന്നത്. അത് സൃഷ്ടിയായാലും സ്ഥിതിയായാലും സംഹാരമായാലും അറിയുന്ന ആളാണ് ഗുരു. അവിടെ നമ്മൾ നമ്മുടെ തലത്തിൽ നിന്നുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ചെറുതാകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മറിച്ച് നമ്മുടെ സാധന ഗുരുനിർദ്ദേശാനുസരണം മുൻപോട്ട് കൊണ്ടുപോയാൽ, നേരത്തെ പറഞ്ഞതുപോലെ 800-ന് പകരം BMW നമുക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഏത് വേണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിൻ്റെ അടിസ്ഥാനം ഗുരുഭക്തിയുമാണ്, ഗുരു സമർപ്പണമാണ്. അല്ലാതെ വേറെ യാതൊരു അടിസ്ഥാനവുമില്ല. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, നമ്മുടെ പരിതസ്ഥിതികൾ, ഇതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല. ഈവൻ നമ്മുടെ മുൻജന്മകൃതമായി കിട്ടുന്നതിനെ പോലും മാറ്റിമറിക്കാനുള്ള ശക്തി ഗുരു സമർപ്പണത്തിലൂടെയുള്ള ഡിവോഷനുണ്ട്, സാധനയ്ക്കുണ്ട്. അപ്പോൾ സാധകൻ ആദ്യമായും അവസാനമായും ചെയ്യേണ്ടത് ഒരു ചെറിയ കാര്യമേ ഉള്ളൂ. ഗുരു പറയുന്നത് കേൾക്കുക. ഗുരു പറയുന്നത് കേൾക്കുക, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. മഹത്ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ചു കൂട്ടാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സ്വാമിജി പറഞ്ഞു, രജ തമോ ഗുണങ്ങളെ സാത്വികമാക്കണം. നമ്മൾ 2009 കോയമ്പത്തൂർ സത്സംഗത്തിൽ പറഞ്ഞ അതേ കാര്യമാണ്. നമ്മളെ ഗുരു പഠിപ്പിച്ച അതേ കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ആ സാത്വിക ഗുണം നമ്മളിൽ നിറയണമെങ്കിൽ ഒരു ബോട്ടിലാണ് നമ്മൾ, ഒരു പാത്രം നിറച്ച് വെള്ളമാണ്, തുളുമ്പി നിൽക്കുകയാണ്. കർമ്മപ്രാരാബ്ധങ്ങളും തമരജോ ഗുണങ്ങളുടെയും മൊത്തം ആകെ സ്വരുക്കൂട്ടാണ് ആ പാത്രം. അതാണ് അതിലെ ജലം. നമ്മളതിലേക്ക് ഗോലികൾ പറക്കിയിടണം. 1, 2, 3 എന്നും പറഞ്ഞുകൊണ്ട് ഗോലികൾ പറക്കിയിടണം. ആ ഗോലികൾ നമ്മുടെ സാത്വിക ഗുണമായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഭിക്ഷക്കാരന് ഭിക്ഷ കൊടുത്തില്ലെങ്കിലും അവനെ ആക്ഷേപിക്കാതിരിക്കുന്നതാണ് സാത്വികത്തിൻ്റെ ആദ്യപടി. കൊടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അവനോടുള്ള നമ്മുടെ മനോഭാവം, അതിൽ സാത്വികത്വം ആദ്യം വരണം. അങ്ങനെ സാത്വികത്വം വരുമ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തികളിലും അത് പ്രതിഫലിക്കും. ഇവിടെ നമ്മുടെ ഗുരുവിൽ വെച്ചിട്ടുള്ളതുപോലെ
വെളിയിൽ വെച്ചിട്ടുള്ളതുപോലെ മൺതരി മുതൽ പരമബോധം വരെ നമുക്ക് ചുറ്റുമാണ്. ഇതിനെ കണ്ടെത്തുക, അതിനെ സമർപ്പണം ചെയ്ത് തല തുന്നിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിൽ സാത്വിക ഗുണം ഉണരണമെങ്കിൽ നമ്മളുടെ ചെറിയ ചെറിയ പ്രവൃത്തികളിലേക്ക് സാത്വികത്വം കൊണ്ടുവരണം. വലുതായിട്ടൊന്നും നമ്മൾ ചെയ്യണ്ട. കിഞ്ചൽ കണക്കിന് ദാനം കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളിൽ പോലും നേരത്തെ പറഞ്ഞ പോലെ മക്കളെ വഴക്ക് പറയാം. വഴക്ക് പറയുമ്പോൾ നമ്മളിൽ ആ ഗുണം വരരുത്, അല്ലെങ്കിൽ അത് നമ്മളിൽ ഉണ്ടാകരുത്. ദേഷ്യപ്പെടാം, ദേഷ്യം നമ്മളിൽ ഉണ്ടാകരുത്. അതാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്ന എന്താ പറയുക, അറ്റാച്ച്ഡ് ബട്ട് ഡിറ്റാച്ച്ഡ് എന്നുള്ള സംഭവം. അപ്പം അങ്ങനെ അറ്റാച്ച്ഡ് ബട്ട് ഡിറ്റാച്ച്ഡായി നമ്മൾ ഈ സാധനയിൽ മുൻപോട്ട് പോയാൽ, ഗുരുസമർപ്പണത്തോടു കൂടി മുൻപോട്ട് പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന രജതമോ ഗുണങ്ങൾ, കർമ്മ പ്രാരാബ്ധം, ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ഈ ഭരണിയിലേക്ക് സാത്വികത്വത്തിൻ്റെ ഗോലികൾ ഓരോന്നോരോന്നായി പെറുക്കിയിടുമ്പോൾ തുല്യം ജലം ഔട്ട് ചെയ്യും. എത്ര ഇടുന്നോ അത്രയും വ്യാപ്തം ജലം പുറത്തു പോകും. വെറുതെ ഗോലി പറക്കിടാൻ പറ്റൂല, വലിയ ഗോലി പറക്കിടാൻ പറ്റൂല. മാക്സിമം ജലം പുറത്തു പോകത്തക്ക രീതിയിൽ സാത്വിക ഗുണത്തിൻ്റെ വോളിയം, വ്യാപ്തം അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ അതിനകത്തിലേക്ക് നിറയ്ക്കാൻ. എങ്ങനെ നിറയ്ക്കുമെന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ഗുരുസമർപ്പണമേ അതിനുള്ള മാർഗമുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സാത്വിക ഗുണങ്ങൾ അല്ലെങ്കിൽ സാത്വികത്വം അതിൻ്റേതായ സ്കെയിലിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോ ഗോലികളും നിറച്ച് 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 അവസാനം പാത്രം ഗോലികളെ കൊണ്ട് നിറയും, സാത്വിക ഗുണം കൊണ്ട് നിറയും. അവിടെയാണ് നമ്മുടെ ജ്ഞാനാഹന്ത ഉദയം ചെയ്യുന്ന അവിടെയാണ്. എന്താണ്? ഞാൻ സാത്വികനായി, എന്നിലെ രജോ തമോ ഗുണങ്ങളെല്ലാം പുറത്തുപോയി, ഇനി പ്രശ്നമില്ല. അവിടെ പ്രശ്നം തുടങ്ങി. അവൻ ഗുരുകാരുണ്യം കൊണ്ട്, അല്ലെങ്കിൽ ഗുരുനിർദ്ദേശം കൊണ്ട്, ഗുരു സമർപ്പണം കൊണ്ട് ഇതുകൂടി പഠിക്കണം. 4 ഗോലികൾ ഒരുമിച്ച് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവും. ഇത് മുഴുവൻ വെള്ളം തന്നെയാണ്, അല്ലെങ്കിൽ പ്രാരാബ്ധ കർമ്മങ്ങളാണ്, അല്ലെങ്കിൽ രജോ തമോ ഗുണങ്ങളാണ്. വ്യത്യാസം ഇത്രയേ ഉള്ളൂ, പുറത്ത് കാണുന്നില്ല. ഏറ്റവും അടിക്കായി അടിഞ്ഞുകൂടി ഇവൻ ഇരിക്കുന്നു എന്നുള്ള വ്യത്യാസം. അതിന് കുറേ ദോഷം കൂടിയുണ്ട്. കാരണം ഇവൻ ഇളകി വരാൻ പോലും പ്രയാസം എന്നർത്ഥം. നേരത്തെ ഉപരിതലത്തിൽ കണ്ട രജോതമോ ഗുണങ്ങളെ ഒഴിച്ചതുപോലെ ഈ പരമമായ രജോതമോ ഗുണങ്ങളെ, അടിഞ്ഞു കിടക്കുന്ന രജോതമോ ഗുണങ്ങളെ നമുക്ക് ഒഴിക്കാൻ പറ്റാതെ വരും. അപ്പോൾ കൂടുതൽ ഗുരുസമർപ്പണം ചെയ്യണം. പുസ്തകം വായിക്കുന്ന ആൾ ഇത് പഠിക്കും. എന്ത് പഠിക്കും? ബോട്ടിലെടുക്കണം, കൈ കൊണ്ട് അടച്ചു പിടിക്കണം, ഗോലി വീഴാതെ ബോട്ടിൽ തിരിക്കണം, വെള്ളം ഔട്ട് ചെയ്യും. അല്ലേ? വെള്ളം ലീക്കായി പോകും. അവിടെ ജ്ഞാനം വേണം. എന്തൊക്കെ ജ്ഞാനം വേണം? ബോട്ടിലെടുക്കണം, ചരിക്കണം, കൈകൊണ്ട് പിടിക്കണം, ഗോലി പോകരുത്. വളരെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചതിക്കുഴിയാണ്. ഉള്ള സാത്വികത്വം മൊത്തവും പോകും. അവിടെയാണ് ജ്ഞാനത്തിൻ്റെ അഹന്ത നമ്മളെ ബാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ജ്ഞാനാഹന്തമായിട്ടില്ലെങ്കിൽ ഇതെങ്ങനെയാണ് പിന്നെ ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഇപ്പോൾ പറഞ്ഞതുപോലെ കൈയെടുക്കണമെന്ന് നമുക്കറിയില്ല, പക്ഷേ ഇത് പോയേ പറ്റൂ. അപ്പം നമ്മളെങ്ങനെ ചെയ്യും? അതിനൊരു മൂടിയുണ്ട്. നമ്മളുടെ ബോട്ടിലിന് ഒരു മൂടിയുണ്ട്. ചുമ്മാ തുറന്ന് വെച്ച് കൊടുത്താൽ മതി. ബോട്ടിൽ അതിൻ്റെ ടോപ്പ് വെറുതെ നമ്മൾ തുറന്ന് വെച്ച് കൊടുത്താൽ മതി. അതിലടിഞ്ഞു കൂടിയിരിക്കുന്ന രജോ തമമായാലും കർമ്മരാരാധങ്ങളെല്ലാം വേപ്പറൈസ് ചെയ്ത് ആവിയായി പോകും. കാരണം ഈ സൗരയൂഥത്തെ നിയന്ത്രിക്കുന്ന സൂര്യൻ മുകളിൽ കത്തി നിൽക്കുകയാണ്.
സൂര്യന് വശംവദനാകുക അല്ലെങ്കിൽ തുറന്നു കൊടുക്കുക, ഓപ്പൺ ആകുക എന്നൊരു കാര്യം മാത്രമാണ് സാധകൻ ചെയ്യേണ്ടത്. ആ സൂര്യനാണ് നമ്മുടെ പരമം. അപ്പോൾ അവധൂതൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്രമാത്രം തുറക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മളിലെ രൂഢമൂലമായ രജോ തമോ ഗുണങ്ങളുടെ എല്ലാം അനിഹിലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ മുഴുവനുള്ള ഉന്മൂലനം എന്നാണ്. ഇതിന് പ്രത്യേകിച്ചൊന്നും പഠിക്കണ്ട. കൈ വേണമെന്ന് പഠിക്കണ്ട, ബോട്ടിൽ ചരിക്കണമെന്ന് പഠിക്കണ്ട, ഗോളിയെല്ലാം ഒഴുകിപ്പോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമെന്ന് ചിന്ത വേണ്ട. ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ. അതാണ് ഒരു സാധകൻ ഗുരുവിൻ്റെ മുമ്പിൽ ആദ്യമായും അവസാനമായും ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കൊടുത്താൽ ആ വൈബ്രേഷൻ നേരിട്ട് സ്വീകരിക്കുന്ന ബോട്ടിലിൽ നിന്നും എവിടെയൊക്കെ ആയിരുന്നോ ഈ രജോ തമോ ഗുണങ്ങളെല്ലാം അടിഞ്ഞിരുന്നത്, അതെല്ലാം ആവിയായി വേപ്പറൈസ് ചെയ്ത് പോയതിന് ശേഷം സാത്വിക ഗുണവും സൈലൻസും മാത്രം അവശേഷിക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും അടുത്ത അതിൻ്റെ ഘട്ടം വരുന്നത്. ആ ഘട്ടത്തിൽ ആലോചനയില്ല. അപ്പം നമുക്ക് പിന്നൊന്നും ആലോചിക്കണ്ട. ഈ ഇരിക്കുന്നത് സാത്വികമാണെന്നോ ഈ ബോട്ടിലാണ് താനെന്നോ ഒന്നുമുള്ള ചിന്ത പിന്നെ സാധകനെ മതിക്കില്ല. അപ്പം അത്രമാത്രം നമ്മൾ പൂർണ്ണമായും ജ്ഞാനത്തിലേക്ക് പോകാം, ഭക്തി മാർഗത്തിലേക്ക് പോകാം, ഏത് മാർഗത്തിലേക്കും പോകാം. പക്ഷേ ഏത് മാർഗത്തിൽ പോയാലും ഗുരുസമർപ്പണമല്ലാതെ മുൻപോട്ട് പോകാൻ സാധകനെ സംബന്ധിച്ചും കഴിയില്ല. ഇവിടെ നമ്മൾ ഈ വിജയദശമിക്ക് നേരത്തെ ഗുരു പറഞ്ഞതുപോലെ 10 ദിവസമുണ്ടെങ്കിലും 9 ദിവസമേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. 3 ദിവസം തമത്തിനും 3 ദിവസം രജത്തിനും 3 ദിവസം സത്വത്തിനുമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 3 ദിവസങ്ങളിലൂടെ തമ രജ സത്വഗുണങ്ങളിലൂടെ ദേവീ ഉപാസനയിലൂടെ നമ്മൾ കടന്നു പോയാൽ ദേവിക്കൊരു പ്രത്യേകതയുണ്ട്. സർവജനനി എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ പരാശക്തി എന്നാണ് വിളിക്കുന്നത്. ശക്തിയാണ് ഗുരു പറഞ്ഞതുപോലെ, ഊർജമാണ്. അവിടെ രൂപഭാവങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ 3 ദിവസം നമ്മൾ താഴെ നിന്ന് തുടങ്ങി പരമബോധത്തിൽ വരെ എത്തുന്ന ഈ 9 ദിവസങ്ങൾ, ആ 9 ദിവസങ്ങളിലൂടെ അടുക്കിയിരിക്കുന്ന ഈ 9 പടികളിലും ഇരിക്കുന്ന എല്ലാ കാര്യങ്ങളിലൂടെയും കടന്നുപോയി അതിലെല്ലാം ഒന്നാണ് എന്ന സത്യം മനസ്സിലാക്കി നമ്മൾ മുകളിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും നമ്മളുടെ ത്രിഗുണങ്ങളാണ് താഴെ ഇരിക്കുന്നത് മുഴുവൻ, അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടിയാണ് താഴെയുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ ഈ ത്രിഗുണങ്ങൾക്കുള്ള അതീതമായ സഞ്ചാരം, ത്രിഗുണങ്ങൾക്ക് അതീതമായ സഞ്ചാരം എന്ന് പറയുമ്പോൾ ഓരോ ഗുണത്തെയും അറിയണം, അറിഞ്ഞ് അതിനതീതമാകുന്ന അവസ്ഥയുണ്ടാകണം. അപ്പം അങ്ങനെ ഓരോ ഗുണത്തെയും അറിഞ്ഞ് അതിനതീതമാകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിവാണ് ഊർജം. ഊർജമാണ് ഇതിന് മൂന്നിനും അടിസ്ഥാനം. ആ ഊർജം എവിടെ എന്നുള്ള അന്വേഷണമാണ് നമ്മളെ പരമബോധത്തിലേക്ക് എത്തിക്കുന്നത്. പരമബോധത്തിലെത്തിച്ചാൽ നമ്മൾ പണ്ട് പറഞ്ഞതുപോലെയാണ്, വാതായനങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കണം. എണ്ണമില്ലാത്ത വാതായനങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കണം. ആദ്യത്തെ വാതിലിന് എന്താ പറയുക, ഏരിയ കൂടുതലായിരുന്നു, അടുത്തതിന് കുറച്ചുകൂടെ കുറയും, അടുത്തതിന് കുറച്ചുകൂടെ കുറയും. അങ്ങനെ കുറഞ്ഞ് 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 വരുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യമാകും, നമുക്ക് അവസാനത്തെ വാതിലൂടെ കടക്കാൻ പറ്റുന്നില്ലല്ലോ. കൂടുതൽ അവിടെ നിന്ന് ആലോചിക്കുമ്പോൾ, കൂടുതൽ സാധന ചെയ്യുമ്പോൾ, കൂടുതൽ സമർപ്പണം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ വാതിലല്ല ഒരു വാതിലും നമ്മുടെ മുന്നിൽ ഒന്നുമല്ല, കാരണം നമ്മളെ ഇല്ല. ആ അവസ്ഥയിലേക്ക് എത്തുന്നതാണ് പരമബോധം. വാതിലുകളെല്ലാം ഇല്ലാതാവുകയും യാത്ര അവസാനിക്കുകയും ചെയ്യുന്ന
പരമഘട്ടം. ഇതിനൊക്കെ അടിസ്ഥാനപരമായി വളരെ സിമ്പിളായിട്ട് സാധകൻ അനുഷ്ഠിക്കേണ്ട കർമ്മം ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ പാലാഴി കടയുമ്പോൾ എല്ലാം ഉണ്ടാകും. കാളകൂടവും വരും, ലക്ഷ്മിയും വരും, അവസാനം അമൃതും വരും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഇട്ടിട്ട് പോകരുത്, കടച്ചിൽ നിർത്തരുതെന്ന്. കടച്ചിൽ നിർത്തുന്നതിന് അവിടെ നിന്നു, പിന്നെയും ആദ്യം മുതൽ തുടങ്ങണ്ടേ, തുടങ്ങണം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കടച്ചിൽ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന ധാരണ, ആ ധാരണയിൽ നമ്മൾ ജീവിക്കുകയും ആ കടച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. ആദ്യം സാത്വിക ഗുണം വരുന്നതിന് മുമ്പേ തമോ ഗുണത്തിലുള്ള പലതും കിട്ടിയേക്കാം. അതാണല്ലോ നമ്മൾ പറഞ്ഞ അടി കിട്ടി എന്നൊക്കെ പറയുന്നതാണ്. പല അടികളും കിട്ടും, സന്തോഷത്തോടെ മേടിക്കുക. അത് കഴിയുമ്പോൾ കുറേ കൂടി സെൽഫിഷ്നെസ്സുള്ള രജോ ഗുണത്തിൻ്റെ പല അനുഭവങ്ങൾ നമുക്ക് കിട്ടും. അപ്പോഴും നമ്മൾ കടന്നു പോകണം, പുറത്തു പോകരുത്. കടന്നു പോകുമ്പോഴും പുറത്തു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനം ആ സാത്വികത്തിലേക്ക് ശരിക്കുമുള്ള ലക്ഷ്മി വരുന്നിടം വരെ, അല്ലെങ്കിൽ അമൃതം വരുന്നിടം വരെ നമ്മൾ അതിൽ വ്യാപൃതനായിരുന്നാൽ തീർച്ചയായിട്ടും ആ അമൃതകുംഭം നമുക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ അമൃത് വരുമ്പോൾ ആസുരികത്വം നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ അമൃത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. ലോക നന്മയ്ക്കായിട്ടാണ് അമൃത് എന്ന ധാരണ നമ്മളിൽ നിന്ന് ഇല്ലാതാകരുത്. എനിക്ക് വേണ്ടിയാണ് ഇത് എന്നുള്ള സ്വാർത്ഥത നമ്മളിൽ ഉണ്ടാകരുത്. ലോക നന്മയ്ക്ക് വേണ്ടിയാണ് ഈ അമൃത് ഭഗവാൻ തരുന്നത് എന്ന വിശ്വാസത്തോടുകൂടി ഭഗവാനിൽ സമർപ്പിതനായി, ഗുരുവിൽ സമർപ്പിതനായി നിൽക്കുന്നവരെ രക്ഷിക്കാൻ ഗുരുമോഹിനിയായി വരും. ആസുരികത്വത്തിന് അബദ്ധം പറ്റും. നമ്മളിലെ സുരത്വം ഉണരും. ഭഗവാൻ നമുക്കായി ഈ അമൃത് കൊണ്ട് തരും. അപ്പം നമ്മൾ സങ്കുചിത ചിന്തകൾക്ക് അതീതമായി സാധകൻ അമൃതനായി കാത്തിരിക്കുക, കടച്ചിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. മനനം അതാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്. ആ മനനം സ്വയം തന്നെ ചെയ്യണം. സംശയങ്ങൾ ഗുരുവിനോട് ചോദിക്കാം, ഗുരു കൂടെ ഉണ്ടാകും. തീർച്ചയായും എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, കാളകൂട വിഷം വരെ വന്നാലും അതിനെ ഭുജിക്കുവാൻ, അല്ലെങ്കിൽ അതിനെ ഏറ്റെടുക്കുവാൻ ഭഗവാൻ ഉണ്ടാകും. അതിലൊരു സംശയവും വേണ്ട. അപ്പം അത്രയുമുള്ള ഒരു വലിയ യാത്രയിലാണ് സാധകൻ. നേരത്തെ പറഞ്ഞതുപോലെ പല ജന്മങ്ങളുടെ പുണ്യമായി കിട്ടിയ ഈ ജന്മത്തിൽ ഇനിയുള്ള പുനരപി മരണം, പുനരപി ജനനം എന്ന മിഥ്യയിൽ നിന്നും മാറി ഇതാണ് എൻ്റെ ജന്മം, ഇതേ ഉള്ളൂ എനിക്ക് ജന്മം എന്ന പരമാർത്ഥം മനസ്സിലാക്കി 18 ജന്മത്തിൽ മാത്രം കിട്ടുന്ന ഗുരുസാന്നിധ്യം ലഭിച്ച വളരെ 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 എന്താ പറയുക, പരമാത്മാവിൻ്റെ ഏറ്റവും ക്രിയാത്മകമായ അംശമാണ് സാധകൻ. അത് തിരിച്ചറിയുന്ന ജോലി എല്ലാ സാധകരും ഈ വിജയദശമി ദിനത്തിൽ വീണ്ടും സമർപ്പണം ചെയ്ത് അതിലേക്കുള്ള യാത്ര സുഗമമാക്കണം എന്ന് മാത്രം എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഇത്രയും സുന്ദരമായ മനോഹരമായ എന്താ പറയുക, കേരളത്തിലെ എന്നല്ല ലോകത്തിൽ പല ഇതേപോലെയുള്ള പല കാഴ്ചകളും നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇത്രയും അർത്ഥസമ്പൂർണമായ അതിമനോഹരമായ ഒരു കാഴ്ച കാണണമെങ്കിൽ ബാലരാമപുരത്ത് ഗുരുമഠത്തിൽ വരണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. അതിലെ അന്തസത്ത കണ്ടറിഞ്ഞ് ഇത്രയും ക്രിയാത്മകമായ ഒരു വലിയ സേവനം ദിവസങ്ങളോളം ചെലവഴിച്ച് ചെയ്യുന്ന മഹാഗുരുക്കന്മാർക്കെല്ലാം എൻ്റെ ഗുരുവിനോടൊപ്പം തന്നെ പ്രണാമം. ഗുരുദാസിൻ്റെ ആത്മ പ്രണാമം. നന്ദി, നമസ്കാരം.